ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ല, ഒരു ടഫ് വേ ആണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലൈഫ് ആക്ച്വലി ഈസി ആയിരിക്കും. അതായത് IMUCT-യുടെ എക്സാം ഓരോ വർഷങ്ങളിലും ഉണ്ടായിരിക്കും. ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് BTech മറൈൻ എഞ്ചിനീയർ ആയിക്കോട്ടെ, DNS ആയിക്കോട്ടെ, BSc നോട്ടിക്കൽ സയൻസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ GME ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏത് കോഴ്സിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കോഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ജോബ് പൊസിഷനെ കുറിച്ചിട്ടൊന്നും അല്ല. കുറെ കമന്റ്സ് ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ആയി കഴിഞ്ഞാലും കുറെ മെസ്സേജസ് എനിക്ക് വരാറുണ്ട് കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടായത്. അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാൾ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് വന്നിട്ട് പറയുന്നതായിരിക്കൂലേ അതിൻ്റെ ഒരു നല്ലത്. അപ്പൊ എല്ലാവരുടെയും ഡൗട്ടും കറക്റ്റായിട്ട് ക്ലിയർ ആവുകയും ചെയ്യും. ഇന്ന് നമ്മള് വീഡിയോയില് ഞാൻ മാത്രല്ല, ഒരാൾ കൂടി വീഡിയോയിലേക്ക് വരാനുണ്ട്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് കൂടി ഇന്ന് വീഡിയോയിൽ ചേരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഡൗട്ടുകളും കുറേ കമന്റ്സും അതുപോലെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ഒറ്റക്കൊറ്റക്ക് പറഞ്ഞുതരാൻ എന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നി ആള് കൂടി വന്നിട്ട് അത് ചെയ്യുന്നതാണെന്ന്. അപ്പൊ ആള് സൈൻ ഓഫ് ആയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ആള് ഷിപ്പിലാണ്. അപ്പൊ ആളെ ഒരു ഗൈഡൻസോട് കൂടിയാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമുക്ക് അതിൽ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പം നിങ്ങളായി കഴിഞ്ഞാലും കമന്റ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണെങ്കിലും ആൾ ഓൺലൈനിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഡൗട്ടൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിപ്പം വീഡിയോ ആയി കഴിഞ്ഞാലും ഓൺലൈനിൽ വരുന്ന കുറച്ച് സമയങ്ങളിൽ ആണ് ഞാനിങ്ങനെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഈ വീഡിയോസ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആളെടുക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പറഞ്ഞോളൂ പേര്, ഇപ്പത്തെ റാങ്ക്. ദിലീപ്. ഞാൻ മർച്ചന്റ് നേവിയില് 12 years ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ റാങ്ക് അസിസ്റ്റന്റ് സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ടാണ്. ഞാൻ മോസ്റ്റ്ലി ചെയ്തിരിക്കുന്നത് ടാങ്കേഴ്സ്. ഇറ്റ് മീൻസ് ടാങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ടാങ്കേഴ്സ്, കെമിക്കൽ ടാങ്കേഴ്സ്, VLCC, പിന്നെ ഗ്യാസ് കാരിയർ. ഇപ്പോൾ പ്രസന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് ടാങ്കേഴ്സിലാണ്. നമുക്ക് ഏതായാലും ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. കാരണം കുട്ടികളൊക്കെ അത് കാണാനായിരിക്കും നോക്കിയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് കോമൺ ആയിട്ട് ഇപ്പം കമന്റ് സെക്ഷനിലെക്കാളും കൂടുതൽ ഇൻസ്റ്റയിൽ കുറേ കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് +2 സയൻസ് കഴിഞ്ഞു, അപ്പോഴേ ഡയറക്റ്റ് ഇനിയിപ്പം ഷിപ്പിലേക്ക് കയറണം, GP റേറ്റിംഗ് പഠിച്ചോട്ടെ, GP റേറ്റിംഗിന് പ്ലേസ്മെന്റ് ഉണ്ടാകുമോ, ഏതാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, GP റേറ്റിംഗ് നല്ലതാണോ. കുറച്ച് കുട്ടികൾ ഏകദേശം പറയുന്നത് GP റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർ റാങ്കിലേക്ക് കൂടി കയറാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പൊ ഞാൻ മെസ്സേജിലായാലും പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ അടുത്ത് അങ്ങനെയല്ല, ഇപ്പം GP റേറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാല് ഓഫീസർ റാങ്കിലോട്ടേക്ക് ഡയറക്റ്റ് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പ്ലേസ്മെന്റ് കുറവാണ് മറ്റു കോഴ്സസിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ എല്ലാവരും പറയുന്നത് മറ്റ് ഓഫീസർ റാങ്ക് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കോഴ്സസ് ഉണ്ട്. ആ ഒരു കോഴ്സസിന് ഫീസ് കൂടുതലാ കമ്പാരിറ്റീവ്ലി GP റേറ്റിംഗിന് ഫീസ് കുറവാണ്. അപ്പോഴും അവര് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമുക്ക് GP റേറ്റിംഗ് പഠിച്ചിട്ട് കുറഞ്ഞ ഫീസിൽ GP റേറ്റിംഗ് പഠിച്ചിട്ട് ഷിപ്പിൽ നല്ലൊരു ഓഫീസർ റാങ്കിലേക്ക് കയറിക്കൂടാന്ന് കരുതി കുറേ കുട്ടികൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കറക്റ്റായിട്ട് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു +2 സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ, അതായത് PCM-ൽ 60% മാർക്ക്, അതേപോലെ തന്നെ പിന്നെ ഇംഗ്ലീഷിൽ 55 എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസർ റാങ്കിലേക്ക് നിങ്ങൾക്ക് ആക്ച്വലി എൻട്രി ചെയ്യാൻ പറ്റും. കാരണം ഇത് കുറേ പേർക്ക് അറിയില്ല. കാരണം അങ്ങനെ എൻട്രി ചെയ്യണമെങ്കിൽ ഈസി ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ല, ഒരു ടഫ് വേ ആണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലൈഫ് ആക്ച്വലി ഈസി ആയിരിക്കും. അതായത് IMUCT-യുടെ എക്സാം ഓരോ വർഷങ്ങളിലും ഉണ്ടായിരിക്കും. ആ IMUCT-യുടെ എക്സാം +2 കഴിഞ്ഞവർ, സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. അത് പഠിച്ച് അതിൻ്റെ ഫെമിലിയർ ആയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഇതാക്കി ക്ലാസ് എടുത്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ IMUCT എക്സാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ IMUCT എക്സാം എഴുതി നിങ്ങൾ IMU കോളേജ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏത് റാങ്കിലേക്കാണ്, ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് BTech മറൈൻ എഞ്ചിനീയർ ആയിക്കോട്ടെ, DNS ആയിക്കോട്ടെ, BSc നോട്ടിക്കൽ സയൻസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ GME ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏത് കോഴ്സിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
GME ആക്ച്വലി നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല, BTech എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. സോ മറ്റുള്ള ഇതിലേക്ക് നിങ്ങൾ കാറ്റഗറിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ IMCT എക്സാം ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ ഒരു ഫീല് നിങ്ങൾക്ക് നല്ല ഒരു കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് 99% വരെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റും അവിടെ തന്നെ കിട്ടും. സോ അത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ കുറേ പേര് +2 കഴിഞ്ഞിട്ട് ഷോർട്ട് കട്ട്, അതായത് അവർക്ക് ശരിക്കും അറിയില്ല, കുറേ ഏജൻസികൾ ഇവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി GP റേറ്റിംഗ് ചെയ്തു. GP റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 6 മന്ത് കോഴ്സാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ CCMC കോഴ്സ്. ഞാൻ അവരുടെ പ്രിഫർ ചെയ്തെന്ന് വെച്ചാൽ ഒരിക്കലും അത് പോയി ചെയ്യരുത്. GP റേറ്റിങ്ങോ അല്ലെങ്കിൽ CCMC കോഴ്സോ +2 സയൻസ് കഴിഞ്ഞവരുടെ കാര്യമാണ് പറയുന്നത്. അത് പോയി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ വരെയേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റേറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾ പോയി ജോയിൻ ചെയ്യുന്നത്. സോ ഈ 6 മന്ത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം വെച്ചിട്ട് നിങ്ങൾക്ക് അത് GP റേറ്റിംഗ് ചെയ്തോ അല്ല CCMC കഴിഞ്ഞോ, CCM തന്നെ കാറ്ററിംഗ് സർവീസാണ്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ട്രെയിനി വൈപ്പർ ഇല്ലെങ്കിൽ ട്രെയിനി OS ഇല്ലാന്നുണ്ടെങ്കിൽ GS, ട്രെയിനി GS ഇങ്ങനെയുള്ള റാങ്കിൽ, അത് റേറ്റിംഗ് റാങ്കാണ്, അതായത് നമ്മുടെ ഓഫീസർ അല്ലാത്ത റാങ്കുകൾ. ഈ റാങ്കിൽ പോകണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഡെക്ക് സൈഡിലാണെങ്കിൽ ബോസൺ, ഇല്ലാന്നുണ്ടെങ്കിൽ എൻജിൻ സൈഡിലാണെങ്കിൽ ഫിറ്റർ, ഇല്ലാന്നുണ്ടെങ്കിൽ ഗാലി സൈഡിലാണെങ്കിൽ ചീഫ് കുക്ക്, ഇന്ന റാങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം കയറാൻ പാടുള്ളൂ. അതും കയറാൻ പറ്റുന്നത് വെച്ചെങ്കിൽ അതിൽ വാച്ച് കീപ്പിംഗ് ഉണ്ട്, COP ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് വൈസിലാണ് ബോസൺ, ഫിറ്റർ, അതേപോലെ തന്നെ ചീഫ് കുക്ക് എന്ന റാങ്കിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ റാങ്കിലേക്ക് അധികം ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഈ റാങ്കിലേക്ക് എല്ലാവരും എൻട്രി ചെയ്യുന്നത്. അതായത് ഷോർട്ട് പീരീഡിൽ ചെറിയ ഫീല് പെട്ടെന്ന് തന്നെ ജോബിലേക്ക് കയറുക. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് കുറേ ഏജൻസികൾ ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രം പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് കറക്റ്റ് ഫെമിലർ ആകാത്തത് കൊണ്ട് തന്നെ ഇവർ ഈ പാത്തിലേക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. +2 കഴിഞ്ഞവർ എപ്പോഴും +2 ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും നല്ലൊരു മാർക്കുണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷിലും 55% എബോ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിക്ക് IMCT എക്സാം ചെയ്തിട്ട് നിങ്ങൾ ഓഫീസർ റാങ്കിലേക്ക് പോവുക. ഇല്ല അതുപോലെ തന്നെ ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ IMU അല്ലാതെ തന്നെ, IMU എന്ന് പറഞ്ഞാൽ നമ്മളൊരു IITയിൽ ചേരുന്നത് പോലെയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ CT എക്സാം ചെയ്തിട്ട് അതായത് മറ്റുള്ള IIT എല്ലാം പോകുന്നത് പോലെ തന്നെ നമ്മൾ IMUയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാം പോലെയാണത്. അതപ്പോൾ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റുള്ള പ്രൈവറ്റ് കോളേജസും ഉണ്ട്, IMU ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലേസ്മെന്റ് കിട്ടുന്ന വെച്ചാൽ എപ്പോഴും IMU ആയിരിക്കും. അതായത് മറ്റുള്ള എഞ്ചിനീയറിംഗ് കോളേജസും ഉണ്ട്, IIT ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ IITയിലേക്കാണ് പല കമ്പനീസും നമ്മൾ അവിടെ പോയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ IMUയിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോളൂ 100% തന്നെ. എന്തായാലും മറ്റുള്ള മുംബൈയിൽ പോയിട്ട് നിങ്ങൾ IMUയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 95% ചാൻസസ് ഉണ്ട്. ചെന്നൈയിൽ പോയി ചെയ്യുകയാണെങ്കിൽ 90% ചാൻസസ് പ്ലേസ്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ലോവസ്റ്റ് ഫീലും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജായ മുംബൈയിലുള്ളത് BP മറൈൻ ഉണ്ട്, അതേപോലെ തന്നെ വേറെ റഹ്മാൻ കോളേജ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെന്നൈ പോവുകയാണെങ്കിൽ HIMT ഉണ്ട്, AMET ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ കോളേജ് ഉണ്ട്. പിന്നെ സിനർജീൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ഉണ്ട്, ഗ്രേറ്റ് ഈസ്റ്റേണിൽ വരുന്നുണ്ട്, ESM എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് അവർ അണ്ടറിൽ വരുന്ന കോളേജസ് ഉണ്ട്. ഇവിടെയൊക്കെ ഒന്ന് പോയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റും കിട്ടും. പക്ഷെ എന്നാൽ ഇതൊക്കെ പ്രൈവറ്റൈസ്ഡ് ആണ്. അതായത് കമ്പനീൻ്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഷുവറായിട്ട് പറയുന്നുണ്ട്. അതല്ലാതെ മറ്റുള്ള പ്രൈവറ്റ് കോളേജിലാണ് പോയി പഠിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജിൽ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അതൊരു കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ GP റേറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാല് കുറെ കുട്ടികൾ ചോദിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് ക്യാപ്റ്റൻ ആയിക്കൂടെ അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ ആയിക്കൂടെയും. അപ്പോൾ അത് പോസിബിൾ ആണ്. അവർ പറയുന്നത് ഈ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഫീസില് ഷിപ്പിലെ ക്യാപ്റ്റൻ ആവുക. ശരിക്കും ഈ ഞാനൊരു DNS കോഴ്സിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസും BSc നോട്ടിക്കൽ സയൻസും. അപ്പൊ അവര് കമന്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്നത് DNSനെക്കാളും ഫീസ് കുറവ് GP റേറ്റിംഗിനല്ലേ, GP റേറ്റിംഗ് പഠിച്ചാലും നമുക്ക് ഷിപ്പിൽ ക്യാപ്റ്റൻ ആവാം, അതുപോലെ DNS പഠിച്ചാലും ക്യാപ്റ്റൻ. അപ്പൊ എന്തിനും ചെറിയ പൈസ കൊടുത്ത് GP റേറ്റിംഗ് ചെയ്താൽ പോരെന്നാ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ആവാൻ പറ്റുമോ? GP റേറ്റിംഗ് പഠിച്ചിട്ട് ചീഫ് എഞ്ചിനീയർ അല്ലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് ഷിപ്പിൽ എത്താൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആ ഒരു വേ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ എക്സാം എഴുതി കോൺസ്റ്റബിൾ ആകുന്നതും അല്ലാതെ മറ്റേ നമ്മൾ UPSC എക്സാം ചെയ്തിട്ട് നമ്മൾ നേരെ IPS ഓഫീസർ ആകുന്നതും IAS ഓഫീസർ രണ്ട് ഡിഫറെൻ്റ് ആണ്. അതിലേക്ക് പോകുന്ന
ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അവർ നല്ല സ്റ്റഡീസ് ചെയ്തിട്ട് ഒരു ഹയർ റാങ്കിൽ പോയിരിക്കുകയാണ്. ഇവരെന്ന് പറഞ്ഞാൽ ചെറിയ റാങ്കിൽ നിന്ന് വന്ന് അതായത് അവരെ ലൈഫ് ടൈം മുഴുവൻ അതിലേക്ക് അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ അവർ ആ റാങ്കിലേക്ക് വരുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ സീഫറസിന്റെ ഇതിലും പക്ഷേ നേവിയിൽ പോവുകയാണെങ്കിൽ GP റേറ്റിംഗ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക കുറേ ഡിഫിക്കൽട്ടി ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ഒരു ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ നിങ്ങളെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങളെ വർക്കിംഗ് അതും വ്യത്യാസമായിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ല സ്മാർട്ടായവരുമുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു GP റേറ്റിംഗ് ചെയ്ത് 6 മാസത്തെ കോഴ്സ് ചെയ്ത് പിന്നെ നിങ്ങൾ ഷിപ്പിൽ ജോയിൻ ചെയ്ത് എക്സാമ്പിൾ ഒരു ട്രെയിനി വൈപ്പറായിട്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ വൈപ്പറായി, അതായത് അടുത്തടുത്ത ഷിപ്പായിട്ട് അതേ പിന്നെ അതിനുശേഷം വാച്ച് കീപ്പിംഗ് ചെയ്തു, പിന്നെ COP എടുത്തു, പിന്നെ ഒരു ഓയിലറായി, അതായത് മോട്ടർമാനായി. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഒരു 38-36 മാസം എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പോയിട്ട് എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് എക്സാം ചെയ്യാന്ന് പറഞ്ഞാൽ അതും അതിനേക്കാളും ഡിഫിക്കൽട്ടാണ്. ലാംഗ്വേജ് പ്രോപ്പർ അല്ല, പിന്നെ പഠിക്കാൻ പ്രോപ്പർ അല്ല, ഇങ്ങനെയുള്ള അവർക്കൊന്നും അത് ഒരിക്കലും പറ്റില്ല. അതായത് എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല നോളജ് ഉള്ളവരാണ്, നല്ല സ്കിൽ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു വഴിയിലേക്ക് കൂടി പോയി നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് എക്സാം ഒക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അലൗഡ് ഇല്ല, പക്ഷെ നമ്മൾ ഫോറിനിൽ പോയിട്ട് UK, ഓസ്ട്രേലിയ, ഇല്ലാന്നുണ്ടെങ്കിൽ നെതർലാൻഡ്, സിംഗപ്പൂർ എന്നുള്ള കൺട്രീസിലെല്ലാം പോയിട്ട് നമുക്ക് ആ എക്സാം റിട്ടേൺ എഴുതിയിട്ട് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞാൽ ആ ഒരു അത് കഴിഞ്ഞ് നമുക്ക് അതൊരു ജോലി കിട്ടണമെങ്കിൽ പോലും അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതല്ല നിങ്ങളൊരു +2 കഴിഞ്ഞ് നിങ്ങളൊരു BE മറൈൻ എഞ്ചിനീയറിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് GME ചെയ്തിട്ട് പോവാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് DNS എന്ന് പഠിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഫീസർ റാങ്കിൽ പോയിട്ടിരിക്കാൻ പറ്റും. അതായത് എഞ്ചിൻ കാഡറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡെക്ക് കാഡറ്റ് എന്നുള്ള റാങ്കിൽ പോലും നമുക്ക് ഇരിക്കാൻ പറ്റും. അതൊരു ഓഫീസറിന്റെ റാങ്കിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അവിടെ പോയിരുന്ന് നിങ്ങൾ ആ ഓഫീസറിന്റെ ജോലിയാണ് പഠിച്ച് വരുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരെ കാര്യം പറയുമ്പോൾ വെച്ചാൽ അവർ പ്രാക്ടിക്കലി അവരത്ര നോളജബിൾ അല്ല, പക്ഷെ തിയററ്റിക്കലി അവർ ഫുള്ളാണ്. അതായത് പ്രാക്ടിക്കൽ നോളജ് അവർക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് അവർ പെട്ടെന്ന് ഒരു ഓഫീസർ ആകുന്നു. പക്ഷെ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ GP റേറ്റിംഗ് കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ ഓഫീസർ റാങ്കിലേക്ക് വരുന്നത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അതിന് ആ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസും കൂടും. അപ്പോൾ എക്സ്പീരിയൻസിൽ അവർ ഭയങ്കര സൂപ്പർ ആയിരിക്കും, പക്ഷെ എന്നാൽ തിയററ്റിക്കലി കുറേ കാര്യങ്ങളിൽ അവർ വീക്കായിരിക്കും. ഇതൊക്കെയുണ്ട് പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ഒരു +2 കഴിഞ്ഞ് നമ്മൾ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസോ DNSോ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങളൊരു 18 വയസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളൊരു 30 വയസ്സാകുമ്പോഴേക്കും ക്യാപ്റ്റനോ ചീഫ് എഞ്ചിനീയറോ ആകാൻ പറ്റും. അതല്ല GP റേറ്റിംഗ് പഠിച്ച് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറേ കാലം പിടിക്കും. അതായത് നിങ്ങൾ ഏകദേശം റിട്ടയർഡ് ടൈമിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു ഓഫീസർ ആവുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി വരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും ഒരു 40-42 വയസ്സ് എന്തായാലും ചീഫ് എഞ്ചിനീയർ ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് വേ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ +2 സയൻസ് കഴിഞ്ഞവരെ കാര്യങ്ങളാണ് പറയുന്നത്. +2 സയൻസ് കഴിഞ്ഞിട്ട് പോകുന്നവർ എന്തായാലും ഒന്നിക്കൽ BTech മറൈൻ എഞ്ചിനീയറിംഗ്, ഇല്ലാന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒന്നിക്കൽ ഇലക്ട്രിക്കൽ ഓഫീസർ കോഴ്സ് ഉണ്ട് 4 മാസത്തെ, അത് ചെയ്യുക. ഇല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് 4 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് GME 1 വർഷത്തെ GME കഴിഞ്ഞിട്ട് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെക്ക് സൈഡിലാണെങ്കിൽ BSc നോട്ടിക്കൽ സയൻസും പിന്നെ DNS ഉള്ളത്. ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ ഏതിൽ പോയി കഴിഞ്ഞാലും നിങ്ങളൊരു ഓഫീസർ റാങ്കിലാണ് പോകുന്നത്. ഒന്നുകിൽ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർ ഓഫീസർ, ഇല്ലെങ്കിൽ നാവിഗേഷണൽ ഓഫീസർ. ഓക്കെ, അപ്പൊ GP റൈറ്റിംഗ് പഠിച്ചിട്ടാണ് നമ്മൾ ഓഫീസർ ആകാൻ നോക്കുന്നതെങ്കിൽ കുറേ ഇയേഴ്സ് അതിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടത്. തീർച്ചയായും. അതല്ല ഈ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെറൈൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഓഫീസ് മീൻസ് ഡെക്ക് സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ DNS, BSc നോട്ടിക്കൽ സയൻസ് ഒക്കെ ആണെങ്കിൽ കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് ഒരു ഓഫീസർ ഷോർട്ട് പീരീഡിൽ തന്നെ നമ്മളൊരു ആയിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഒരു വലിയൊരു ടോപ്പ് റാങ്കിൽ പോയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ പൈസ ചെലവും ഇപ്പൊ GP റേറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ പൈസ വേണ്ടു എന്ന് പറയുന്നത്, പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഓഫീസർ റാങ്കിലേക്ക് പോകുമ്പോൾ വലിയ പൈസ ചെലവാണ് കമ്പാരിറ്റീവ്ലി DNSനൊക്കെ വെച്ച് നോക്കുമ്പോൾ. അതെ, ഒരു BTech മറൈൻ ചെയ്യണമെങ്കിൽ ഒരു 9 lakh ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് Class 4 എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ അത്രയേ ചെലവാകുന്നുള്ളൂ. MMD
ഡിയിൽ പോയിട്ട് ഇതാക്കുകയാണെങ്കിൽ കൂടിപ്പോൾ മാക്സിമം ഒരു 1.5 lakh rupees മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് 4th എഞ്ചിനീയർ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അതേപോലെ തന്നെ നാവിഗേഷണൽ ഇതാണെങ്കിലും നമ്മൾ കാഡറ്റായിട്ട് ജോയിൻ ചെയ്ത് ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം, ഇല്ല DNS കഴിഞ്ഞാണെങ്കിൽ 18 മാസത്തെ എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് 3rd MET എക്സാം ചെയ്തിട്ട് നമുക്ക് 3rd ഓഫീസറായിട്ടോ അല്ലെങ്കിൽ ജൂനിയർ ഓഫീസറായിട്ട് പോയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്നവരാണെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു ലൈഫാണ് അതിൽ. കാരണം എന്ന് പറഞ്ഞാൽ പലതും നമ്മൾ സഹിക്കേണ്ടി വരും അതിൽ. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു 38 മാസം പ്ലസ് നമ്മളെ ട്രെയിനിങ് പീരീഡ് എല്ലാം കൂടി ആകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 8-10 ഷിപ്പായി പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഒരു ട്രെയിനി അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ ജൂനിയർ ഓഫീസറായിട്ടോ എൻട്രി ചെയ്യുന്നത്. അതും അതിൻ്റെ എക്സാമിൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അതായത് അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 15 to 20 lakh rupees വരെ ആകാൻ പറ്റും, ആകും എന്തായാലും. ഇപ്പോഴത്തെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ നോക്കുമ്പോൾ പൗണ്ട്സിനൊക്കെ എന്ന് പറഞ്ഞാൽ 113, അതേപോലെ തന്നെ യൂറോ എല്ലാം കൂടുതലാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നതും ഏറ്റവും കൂടുതൽ കാലങ്ങൾ പിടിക്കുന്നതുമായ കാര്യങ്ങളാണ് GP റേറ്റിംഗ് ചെയ്തിട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും GP റേറ്റിംഗ് വഴി നിങ്ങൾ ഒരിക്കലും നമ്മൾ +2 സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ ഒരിക്കലും പോകരുത്. അതല്ല നിങ്ങൾ ഒരു 10th കഴിഞ്ഞവരാണ്, ഇല്ല +2 കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് എടുത്തവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ GP റേറ്റിംഗ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് GP റേറ്റിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുന്നത്. കാരണം ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കുറേ വന്നത് കൊണ്ട് ഞാനിങ്ങനെ ഹസ്ബൻഡ് വിളിക്കുന്ന സമയത്ത് ആയിക്കഴിഞ്ഞാലും ഞാനിങ്ങനെ പറയും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും ഈ +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവർക്കൊക്കെ ഇതാണ് ചിന്താഗതി. ചെറിയൊരു പൈസയിൽ കുറഞ്ഞ ഫീസിൽ ഒരു ഓഫീസർ റാങ്കിലോട്ടേക്ക് ഷിപ്പിൽ കയറി പറ്റാം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം അത് ഒരു ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറേ കുട്ടികൾക്കൊരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ചെറുതല്ല, കുറച്ച് അധികം ഉണ്ട്, കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്, മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താ ചൂസ് ചെയ്യേണ്ടത്, ഈ ഒരു ഫീൽഡിലോട്ടേക്ക് പോകണം എന്താ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല ഇനി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇനി ഷിപ്പിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യണം, ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നൊക്കെ ഡൗട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. കാരണം നിങ്ങൾ കുറച്ച് കുട്ടികൾക്ക് ഇത് ഈ ഒരു ഫീൽഡിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ട് ഒന്ന് ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ചതിക്കുഴിയിൽ പോയിട്ട്, കാരണം ഇതിൻ്റെ കുറേ സ്കാംസ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു ഫീൽഡിനെ ബേസ് ചെയ്തിട്ട്. മറ്റു ഫീൽഡുകളെ അപേക്ഷിച്ചിട്ട് കുറേ സ്കാം ഇതിന്റെ നമുക്ക് തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ. പക്ഷെ അവരൊക്കെ ഫീസ് അടച്ചു പോയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ ടോട്ടൽ ഫീസ് അവര് പേ ചെയ്ത് കളഞ്ഞു. അങ്ങനെ കുറേ സ്കാംസ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് നിങ്ങൾക്ക് എല്ലാം ഒന്ന് നല്ലത് ഏതാണെന്ന് തിരിച്ചറിയാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് സെക്ഷനിൽ ചോദിക്കാം, അതുപോലെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറഞ്ഞു. അതെ, അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ കൂടുതലും ഇങ്ങനെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഒരു ചതിക്കുഴിയിൽ ആരും പെടരുത്. കാരണം കുറേ പിള്ളേർ ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ കുറേ കുട്ടികളൊക്കെ എമൗണ്ട് ഓൾറെഡി ഏജൻറ് ത്രൂ പോയി എമൗണ്ട് ഒക്കെ ഓൾറെഡി ഇത്ര വലിയ എമൗണ്ട് ഒക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു GP റേറ്റിംഗ് കോഴ്സ് കഴിഞ്ഞ് ഒരു ട്രെയിനി വൈപ്പറോ ട്രെയിനി OSO കയറാൻ വേണ്ടിയിട്ട് 9 ലക്ഷം രൂപ 9 lakhs പേ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല. കാരണം ആ കുട്ടി പറയുമ്പോൾ തന്നെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇത്രപ്പാട് എമൗണ്ട് ഒരിക്കലും ഇല്ല. നോർമലി ഇപ്പോൾ മുംബൈയിലൊക്കെ പറഞ്ഞാൽ പല ഏജൻസികളുണ്ട്, അവരൊക്കെ വാങ്ങിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാക്സിമം 4 lakh ആണ് എല്ലാം കഴിഞ്ഞിട്ടും. പക്ഷെ ഇത്ര വലിയ എമൗണ്ടൊക്കെ, ഹ്യൂജ് എമൗണ്ടൊക്കെ ഒരു കുട്ടീൻ്റെ അടുത്ത് വാങ്ങി അത് ചെയ്യാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത്, കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഇങ്ങനെയുള്ള വഴികളിൽ പോകാൻ പാടില്ല, ഇങ്ങനെയുള്ള കഷ്ടപ്പെടാൻ പാടില്ല ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ല ഇനി എന്തെങ്കിലും പ്രത്യേകിച്ചൊരു ഒരു കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക മർച്ചന്റ് നേവിയിലേക്ക് കയറാനുള്ള എന്തെങ്കിലും ഒരു പാത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻസ് ഇടുക. അതേപോലെ തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ ഏജൻസിന്റെ സ്കാംസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം.
അപ്പൊ ആരെങ്കിലും ഈ മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ചാടി കയറിയിട്ട് നിങ്ങൾ ഏജൻസിക്ക് പൈസ കൊടുക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഫുള്ളായിട്ട് നിങ്ങൾ അന്വേഷിക്കുക, ഇത് ഓക്കെ ആണോ, ഇവര് പ്ലേസ്മെന്റ് ഒക്കെ ചെയ്യുന്നവരാണോ. അതുപോലെ തന്നെ GP റേറ്റിംഗിന്റെ ഒക്കെ കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്തും നോക്കുക അത് പ്ലേസ്മെന്റ് ഒക്കെ ഉള്ളൊരു കോളേജ് ആണോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതായത് മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.